സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കണമെന്നാവശ്യപ്പെട്ട് KSKTUവിന്റെ ആഭിമുഖ്യത്തിൽ രാമേശ്വരം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കുക. സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KSKTUവിന്റെ നേതൃത്വത്തിലായിരുന്നു രാമേശ്വരം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം TV അനിത ഉദ്ഘാടനം ചെയ്തു. അവിടെ ജോലിക്ക് തുല്യമായിട്ടല്ലെങ്കിലും ഒരു പരിഗണന 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1000 രൂപ എന്നുള്ള ആ ഒരു അനുഭവം കേരളത്തിലുണ്ടായത്. മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. ഇന്ത്യൻ ഒരു സംസ്ഥാനത്തുമില്ല. അങ്ങനെ മാതൃകാപരമായ ഒരു പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് അവിടെയും കത്തിവെച്ചു UDFന്റെ ഗവൺമെന്റ്. അത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സാധാരണ മനുഷ്യനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അച്ഛനമ്മമാർ ഉള്ളൊരു വീട് 4000 രൂപയാണ് ആ കുടുംബത്തിലേക്ക് ഒരു മാസം ലഭിക്കുന്നത്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് 1000 രൂപയാണ്. 5000 രൂപയായി ഒരു കുടുംബത്തിലേക്ക് ഒരു മാസം ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്നത്. അവിടെ തൊഴിലന്വേഷകനായ ഒരു ചെറുപ്പക്കാരി ഉണ്ടെങ്കിൽ 1000 രൂപ, 6000 രൂപയാണ് ഒരു കുടുംബത്തിലേക്ക് നേരിട്ട് കിട്ടുന്നത്. ചുരുങ്ങിയത് ഒരു കുടുംബത്തിലേക്ക് ഒരു മാസം 4000 രൂപയെങ്കിലും നേരിട്ട് കിട്ടാൻ കഴിയുന്ന ഒരവസ്ഥ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്നു. എന്തിനു വേണ്ടിയാ? കയ്യിൽ പണമുണ്ടെങ്കിലേ സാധനങ്ങൾ വാങ്ങാൻ കഴിയും. അരി വാങ്ങണം, പച്ചക്കറി വാങ്ങണം, വീട്ടാവശ്യങ്ങൾ നിർവഹിക്കണം. അതിന് സാധാരണക്കാരന്റെ കുടുംബത്തിലേക്ക് എങ്ങനെ നേരിട്ട് പണം എത്തിക്കാമെന്നുള്ള മാതൃകാപരമായ ഒരു സമീപനത്തിന്റെ കൂടി ഭാഗമാണ് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളും ആ പദ്ധതികളുടെ പണം വർദ്ധിപ്പിക്കുന്നതും. അങ്ങനെ മഹത്തായിട്ടുള്ള ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ആ പദ്ധതികളെ ഇല്ലാതെയാക്കാൻ UDFന്റെ ഗവൺമെന്റ് 3 മാസം കൊണ്ട് പിന്നിട്ടം കാണിച്ചു എന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. KP ശെൽവൻ, VA ശ്രീജിത്ത്, KN സുനിൽകുമാർ, KC അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. എനിക്ക് ആരുമില്ലേ, എനിക്കൊന്നുമില്ലേ എന്നും പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് മാസം 2000 രൂപ കിട്ടും, അല്ലെ? അതും ഒരു പരീക്ഷയാണ്. ഒരു നിരാശ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞവരാണ് ഗവൺമെന്റ്, അല്ലെ? ഏറ്റവും വലിയ അനുഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു അന്തരീക്ഷം. ഒരു കാര്യത്തിനും തിരിഞ്ഞു നോക്കാതെ വരുന്ന നമ്മുടെ വീട്ടിലെ മക്കൾ, ആമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ഈ അച്ഛനമ്മമാരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് പെൻഷനൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോ ചില വീടുകളിൽ, എല്ലാവരുടെ വീട്ടിലും അനിത പറഞ്ഞ പോലെ എല്ലാവരുടെയും കാര്യമല്ലേ, പ്രാസംഗികർ പറയുന്നത് പോലെ, കഥാപ്രാസംഗികർ പറയുന്നത് പോലെ ഈ ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി. ഹലോ മക്കളെ, എന്താ വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ അറേബ്യൻ മന്തിയാണ്. നല്ല മസാല അരച്ച് ഇറച്ചിയിൽ പുരട്ടി വെക്കും. ഒരു 3/4 മണിക്കൂർ ഇത് അങ്ങനെ ഇരിക്കട്ടെ. നെയ്യ് ചൂടാക്കി പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ഇടുക. അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, മുളക് എന്നിവ ചേർക്കുക. വെള്ളം കുറഞ്ഞതിന് ശേഷം അരി ഇറക്കി വെച്ച് കൂടെ മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇറക്കി വെക്കുക. ഇനിയാണ് മന്തി ആവുന്നതിന്റെ കുട്ടൻസ്. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. ഇവിടെ മന്തി മാത്രമല്ല കേട്ടോ ഉള്ളത്. കാഫ് ചിക്കൻ, ചൈനീസ് ബിരിയാണി, ഷാർക്ക്, BBQ ചിക്കൻ തുടങ്ങിയ അറേബ്യൻ, ചൈനീസ്, അതുപോലെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ നാടൻ ഭക്ഷണങ്ങൾ വരെ നമ്മുടെ സ്വന്തം സോൾട്ട് റെസ്റ്റോറന്റ് ഉണ്ട്.